ഐ ഡോണ്ട് തിങ്ക് അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോയാൽ ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ അല്ലല്ലോ. അപ്പൊ ഇത്ര നേരം എന്തായാലും റെക്കോർഡ് ചെയ്ത് പോയി. അപ്പൊ നമുക്കിനി തിരിച്ചു പോയി റെക്കോർഡ് ചെയ്യാം. റെക്കോർഡിങ് ആവുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ പാടില്ല. ഇതൊരു തോടും അതിന്റെ അപ്പുറത്ത് പാടവുമാണത്. ഇപ്പൊ എന്തായാലും കോമഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് ബീച്ചിൽ പോയിരുന്നു. ബീച്ചിൽ പോയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ബീച്ചിലെ റെക്കോർഡിങ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്തായിരുന്നു. ഞാനതായത് ബീച്ചിൽ പിന്നെ ഇപ്പൊ ഇവിടം വരെയുള്ള ഏകദേശം ഒരു അരമണിക്കൂറിനടുത്തുള്ള ക്ലിപ്പ് അത് റെക്കോർഡായില്ല. ഓക്കെ, ഇപ്പൊ റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ, നല്ല കാറ്റടിക്കുന്നുണ്ട് ആ സൈഡിൽ ഇങ്ങോട്ട്. ഓക്കെ, ഞാനൊരു സ്റ്റോറി കൂടെ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. തിരിച്ചു വന്ന വഴിക്ക് ഞാൻ പറയാം. ഒരു പണ്ട് ചെറുപ്പകാലത്തിലുള്ളൊരു ഓക്കെ, പുതിയ ക്രെറ്റ. പഴയ ക്രെറ്റ ഞാൻ റോഡ് വെച്ച് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. പഴയ ക്രെറ്റയുടെ ഡിസൈൻ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ടെന്ന്. അതായത് ഫസ്റ്റ് ജനറേഷൻ അല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കണ്ട ക്രെറ്റയ്ക്ക് തൊട്ടും പറഞ്ഞ വന്നില്ലായിരുന്നോ? ആ ക്രെറ്റയുടെ ഡിസൈൻ ഇഷ്ടമുള്ളത് അവിടെ ഒരു വാഴത്തോട്ടം മാത്രം നിൽക്കുന്ന ഐലൻഡ് കണ്ടോ? അതൊന്ന് ഓർമ്മയിൽ വെച്ചോട്ടോ. ഞാൻ ഇതിന്റെ കഥ ഞാൻ ക്രെറ്റയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വന്ന ക്രെറ്റയുടെ ഡിസൈൻ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ടെന്ന്. കാരണം പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ലുക്സ് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് അല്ല. അപ്പൊ ഈ ക്രെറ്റയുടെ ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബട്ട് ഞാൻ എവിടെയോ കണ്ടു ഈ ക്രെറ്റയുടെ ഡിസൈൻ കൊള്ളില്ല, ഇന്ന് തൊട്ടുമ്പത്തെ ക്രെറ്റയുടെ ഡിസൈൻ അടിപൊളിയാണ്. അപ്പം ഐ വാസ് ലൈക്ക് വാട്ട്? അല്ല, ഇത് കൊള്ളുന്നെന്ന് പറഞ്ഞത് മറ്റേത് കൊള്ളാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റിൽ മൈ പേഴ്സണൽ ചോയ്സ്. അപ്പം അതൊന്നറിയാൻ വേണ്ടി ചോദിച്ചാണ് എത്ര പേർക്ക് ആ ഒരു ഡിസൈൻ ഇഷ്ടമുള്ളത്. ആ വാഴക്കാട് ഐലൻഡ് കണ്ട അപ്പൊ നന്നായിട്ട് നോക്കിക്കോ. അപ്പം പണ്ട് ഒരു 5 years ബാക്ക്, മേ ബി ഒരു 4 വർഷം മുമ്പ് ഇതുവഴി പോകുന്ന സമയത്ത് ഇതുവരെ വെള്ളം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വാഴ ഐലൻഡ് മാത്രം, ബനാന ഐലൻഡ്. അപ്പം പണ്ട് കൊച്ചി ടിവിയിൽ ഒരു കാർട്ടൂൺ ഉണ്ടാ. അപ്പം ഇതുപോലെ അതിന്റെ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. സോ ക്യാരക്ടർ ജീവിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ബനാന ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം കാർട്ടൂൺ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അനിയത്തി ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക കാർട്ടൂൺ എനിക്ക് ഓർമ്മ വെച്ച കാലം ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. പലവേറും അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. സോ കൊച്ചു ഹാവിങ് എ ലിറ്റിൽ സിസ്റ്റർ. അപ്പൊ ഇതുവഴി ഇങ്ങനെ പോയപ്പോ ഞാൻ അവരുടെ ഇങ്ങനെ പറഞ്ഞു, ലേഡി ബനാന ഐലൻഡ്, നിന്റെ മറ്റേ ആ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. സോ ആ ക്യാരക്ടർ അവിടെ ഉണ്ടാവും, പോയി നോക്കാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളിങ്ങനെ പിരിയെത്തിയിട്ട്. സോ അതൊക്കെ ഓർക്കുമ്പോ ഒരു ഗുഡ് സ്വീറ്റ് എന്നാ കഴിഞ്ഞു പോയല്ലോ ഒരു വിഷമം തോന്നുന്ന കുറെ മെമ്മറീസ് ആണ്. കാരണം ഞാനിപ്പോ സത്യം പറയാൻ കുഞ്ഞായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ലൈഫിൽ സ്ട്രെസ് ഇല്ല, റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, കോളേജിൽ പോയി ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. പോയിട്ട് നമുക്ക് കളിച്ച് തിരിച്ച് സന്തോഷമായിട്ട് നടക്കായിരുന്നു. നമ്മള് പാരന്റ്സിന്റെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അങ്ങനെയൊക്കെ നടക്കായിരുന്നു. ബട്ട് എന്ത് ചെയ്യാനാ, വളർന്ന് വലുതായി പോയി. അതിനോ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓട്ടേക്കാൻ പാടില്ല. ബട്ട് ഇവരിങ്ങനെയൊക്കെ പോയി എനിക്ക് വലിയ പോകാൻ പറ്റും. ഇതൊരു ബ്രിഡ്ജാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഓട്ടേക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ
ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടാം. പുറയിലാരോ പൊടിയൊക്കെ വെച്ച് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കയറുക, ഒതുങ്ങി കൊടുക്കുക, അതായിരിക്കും നമുക്ക് നല്ലത്. അപ്പൊ അങ്ങനെ ചെറുപ്പകാലത്തെ മിസ്സിംഗ് മെമ്മറീസ്. നമ്മൾ വലുതായി പോയി. ഞാൻ ഒത്തിരി വലുതായിട്ടൊന്നും അല്ല കേട്ടോ, എന്നാലും ആ ഒരു തീരെ കുഞ്ഞായിരുന്നപ്പോഴുള്ള മെമ്മറീസും ആ സമയത്ത് ഓരോ കളിച്ചിരികളും തമാശകളും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയൊരു വിഷമം തോന്നും, എന്നാ ഒരു സന്തോഷവും. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ക്ലിപ്സ് എല്ലാം തന്നെ പോകുന്നുണ്ട് മിസ്സിംഗ് ആയിട്ട്. എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞൂടാ. പിന്നെ എ സി റോഡ് കൂടെ ഭയങ്കര സന്തോഷം കേട്ടോ. നല്ലൊരു മിക്കവാറും സമയത്ത് നല്ലൊരു തണുത്ത ആംബിയൻസ് ആയിരിക്കും. നട്ടുച്ചയ്ക്ക് പോയാൽ കിട്ടില്ല, ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു വൈകുന്നേരം 5 മണി 4 മണി 5 മണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു തണുപ്പും പിന്നെ പച്ചപ്പുള്ള സമയത്താണ് ഏറ്റവും അടിപൊളി. രണ്ട് സൈഡിലും പച്ച കളറിൽ ഇങ്ങനെ ഒരു മാറ്റ് വിളിച്ചിട്ട് ഇങ്ങനെ കിടക്കും. സോ നമുക്ക് ഭയങ്കര അടിപൊളിയാണ് ആ ഒരു സ്ഥലത്തോടെ പോകാൻ വേണ്ടി. ഒരു ക്യാമറ ഉണ്ട്, ഹെൽമെറ്റിലെ ക്യാമറ വെക്കുന്ന അടിക്കും എന്ത് അറിയാൻ പാടില്ല. സോ ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കോളേജാണ് SDV കോളേജ്. ഇതിന്റെ ഗവൺമെന്റ് കോളേജ് നേരെ ബാക്കിലാണ്, അത് SD കോളേജ് നേരെ ബാക്കിലാണ്. അത് അത്യാവശ്യം ഫേമസ് ആണ് ആക്ച്വലി SD കോളേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫേമസ് ആയിരിക്കുമല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ചെറിയ ചെറിയ കോർണേഴ്സ്. Okay, and this is Reliance Mall. ഞങ്ങളുടെ ആലപ്പുഴക്കാർക്ക് ആകെയുള്ളൊരു മാളാണ്. പറയാൻ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല, എന്നാലും ഒരു മോൾ. റിലയൻസിന്റെ ആണ്. അപ്പം റിലയൻസ് മാർട്ട്, റിലയൻസ് ഡിജിറ്റൽ, പിന്നെ ചിക്കിങ് ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, പിന്നെ എന്താ ഇലക്ട്രോണിക് സ്റ്റോറുകളുണ്ട്. അങ്ങനെ എന്താ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമ്മുടെ ലുലു ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ലുലുവിന്റെ അത്രയും ഏരിയ ഇല്ല, അത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സാധാരണ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു ചെറിയൊരു എന്താ സൂപ്പർ മാർക്കറ്റ് വൈബ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ റോഡ് നേരെ പോയാൽ നമുക്ക് കൊല്ലം ട്രിവാൻഡ്രം എത്തും. ഹൈവേ നല്ല വിജനമായിട്ട് കിടക്കുന്നു. ഒത്തിരി വണ്ടിയില്ല. ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനേ ടൈം ഉണ്ടാവുള്ളൂ. ഭയങ്കര നീളത്തിൽ നിരയായിട്ട് വണ്ടി കിടക്കുന്നുണ്ടാവും. മാതൃഭൂമിയുടെ ഓഫീസ്. സർക്കിലും പരസ്യവ വാർത്ത കൊടുക്കുന്നുണ്ട്, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ഇതിലിടയ്ക്ക് ഗിയർ ഡൗൺ ചെയ്യാനൊക്കെ പറയും കേട്ടോ. ഇപ്പൊ നമ്മള് ഓക്കെ ഗിയർ ഡൗൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഡൗൺ ചെയ്യണം, പറ്റത്തില്ല. ആൻഡ് ഇതെന്തൊരു എററാണോ ഇല്ലെന്ന് എനിക്കറിയാൻ ഇത് എററാണോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. ചില സമയത്ത് അമ്പൊക്കെ ഞാൻ കാണിച്ചു തരാവേ. 48. ഓക്കെ, ആലപ്പുഴ KTM. ഒരു കാര്യമില്ല, എനിക്കൊന്നൊരു 200 മാത്രമാണ് വെറുതെ സ്റ്റോക്ക് ഇരിക്കുന്നത്. നിറയെ ചെളിയോടെ വണ്ടിയുടെ അവസ്ഥ എന്തോ ഉണ്ട് ഞാൻ വീട്ടിൽ എത്തുമ്പോൾ. ഇങ്ങനെ പോവാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ക്രൂസ് കൺട്രോൾ ഓഫായി. പിന്നെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഓൺ ആവത്തില്ല, കാരണം ഇതിന്റെ മിനിമം സ്പീഡ് ആയിട്ടുള്ള 50 നമ്മൾ എത്തിക്കണം. അതായത് വീണ്ടും പുതിയ കറക്റ്റാ. ഓക്കെ, 50 എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പുഷ് ചെയ്താൽ ഓണായി. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ത്രോട്ടിൽ ചെയ്ത് 60 വരെ കയറിക്കോളും, നോ ഇഷ്യൂസ്.
ബ്രേക്ക് പിടിച്ചാൽ അപ്പൊ തന്നെ ഡിസ്കണക്ട് ആവും. ബട്ട് ക്ലച്ച് പിടിച്ചാൽ ഡിസ്കണക്ട് ആവില്ല. ക്ലച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 സെക്കൻഡ്സ് ഒന്ന് പിടിച്ചു വെച്ചാൽ മാത്രമാണ് ഡിസ്കണക്ട് ആവുള്ളൂ. അല്ലാണ്ട് ക്ലച്ച് പെട്ടെന്ന് പിടിച്ച് റിലീസ് ചെയ്താൽ നമ്മുടെ ഡിസ്കണക്ട് ആവില്ല. ബട്ട് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ അത് ബാക്ക് ബ്രേക്ക് ആണെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ ക്രൂസ് കൺട്രോൾ ഓഫ് ആവും. നല്ലൊരു ഇന്നോവേഷൻ ആട്ടോ. ലൈക്ക് വെള്ളം തെറിച്ച് ബാക്കിൽ വരുന്ന വണ്ടികളുടെ പുറത്തോ ബൈക്കാരുടെ പുറത്തോ ഒന്നും വീഴത്തില്ല. കാരണം റോഡിൽ ചേർന്ന് നടക്കുന്നുണ്ട്. ഇവിടുത്തെ സിഗ്നലിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ സിഗ്നൽ വർക്കിംഗ് അല്ല. അതുകൊണ്ട് ഏത് സൈഡ് ബൈപ്പാസ് നിന്ന് ഇറങ്ങി വരുന്നവരാണല്ലോ ഇങ്ങോട്ട് വരുന്നവരാണല്ലോ. ഇന്നത്തെ ഡേറ്റ് എത്രയാന്ന് ചോദിച്ചാൽ ജൂൺ 1 ആണ്. അപ്പം 2024 ജൂൺ 1 ആണ്. അപ്പം ഈ ഒരു സമയത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ബൈപ്പാസിലൊക്കെ പറന്നിറങ്ങി വരാണ്ട് ജസ്റ്റ് നോക്കുക. കാരണം ഇങ്ങനെ വളഞ്ഞു കയറുന്നവരുണ്ട്. നിങ്ങൾ ബൈപ്പാസിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടൗണിലോട്ട് കയറുന്നത് ഇങ്ങനെയാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് സ്ലോ ആക്കി എടുക്കുക. ഇവിടുന്ന് വന്ന് കയറുന്നവരാണേലും എല്ലാം അങ്ങനെ തന്നെ. ടൗണിൽ നിന്ന് ഹൈവേ കയറുന്നവരാണേലും എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എടുക്കുക. കാരണം സിഗ്നൽ ഇല്ലാത്ത സമയമാണ്. എല്ലാ വണ്ടികളും കുറച്ച് സ്പീഡിലൊക്കെ ആയിരിക്കും വരുന്നത്. സിഗ്നൽ ഉള്ളപ്പോൾ നമുക്കറിയാം എല്ലാ വണ്ടികളും അതിനനുസരിച്ച് ചവിട്ടി നിർത്തി ഇപ്പോൾ ഉള്ളവർ പോയിട്ടേ പോകുള്ളൂ. ബട്ട് സിഗ്നൽ ഇല്ലാത്ത സമയത്ത് എല്ലാവരും സൂക്ഷിച്ചൊക്കെ വണ്ടി എടുക്കുക. ഓക്കെ, എന്തായാലും ഈ ഒരു ഫയൽ പോകുന്നതിന് മുമ്പ് റെക്കോർഡിങ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്കാം. കാരണം എനിക്ക് ഫയൽ മിസ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, ഇവിടുന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ ഓക്കെ നമ്മൾ എന്തായാലും സെക്കൻഡ് ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാമറ ഓഫ് ആയിട്ടുണ്ട്. എനിക്ക് ചാർജ് തീർന്നു. ഇപ്പം ക്യാമറ ഓഫ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊരു ബ്ലാങ്ക് സ്ക്രീൻ കാണുന്നത്. അപ്പൊ അടുത്തൊരു വഴിയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്. അപ്പൊ സബ്സ്ക്രൈബറിനൊക്കെ അടിച്ച് കേറി വാ മക്കളെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.